എന്തിനാന്ന് വെച്ചു നീ ഓടി വന്നത്? അതല്ലേ ഇങ്ങനെ കിതയ്ക്കുന്നത്? ശിവയോട് സംസാരിച്ച കാര്യം പറയാൻ വന്നതാ. ഞാനും അപ്പനോട് സംസാരിച്ചു. അത് പറയാൻ നിന്റെ അടുത്തേക്ക് വരികയായിരുന്നു. നമ്മളോട് ഇപ്പോഴേ ഇത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, എന്തേലും ഒരു മാർഗം ഉണ്ടാകും എന്നാ ശിവ പറഞ്ഞത്. അപ്പോ ഏട്ടനും അനിയത്തിക്കും ഒരഭിപ്രായമാണല്ലോ. അപ്പോ ഇത് തന്നെയാ പറഞ്ഞത്. ഞാൻ എല്ലാ കാര്യങ്ങളും അപ്പൂനോട് പറഞ്ഞു. അവൾ അതിന് പറഞ്ഞ മറുപടി കേട്ടപ്പോൾ എനിക്ക് ഉറപ്പായി, അപ്പൂനെ എന്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നത് ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആണ്. I feel the same way about Shiva. Aren't we lucky enough to have a partner who understands us? നമ്മുടെ പേരൻസിന്റെ ജീവിതം കണ്ട് നമ്മൾ ആഗ്രഹിച്ച പോലെ നമുക്കും കിട്ടി അല്ലേ? പിന്നീടുള്ള ദിവസങ്ങളിൽ എല്ലാവരും അവരുടേതായ തിരക്കുകളിലായിരുന്നു. ജോലിയും പഠിപ്പും ബിസിനസ്സും ഒക്കെയായി തിരക്കിലാണെങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിളിക്കാനും സംസാരിക്കാനും സമയം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. എത്രയൊക്കെ തിരക്കിലാണെങ്കിലും പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ ഒരു വിളിക്ക് കാത്തിരിപ്പുണ്ട് എന്ന ഒരു ചിന്ത തന്നെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കും. ഇപ്പൊ കുറെ ദിവസമായിട്ട് എനിക്ക് ശരിക്കും കാണാൻ തോന്നുന്നത്. ആരെയാ നച്ചുകുട്ടിക്ക് കാണാൻ തോന്നുന്നത്? ശിവയെ ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നച്ചുവിനെ ഒന്ന് കളിയാക്കാൻ വേണ്ടിയാണ് ശിവ അങ്ങനെ പറഞ്ഞതെങ്കിലും നച്ചുവിന് നല്ലോണം ദേഷ്യം വന്നു അത് കേട്ടപ്പോൾ. ദേവേട്ടൻ ഇപ്പൊ എന്നെ കളിയാക്കുന്നത് കുറച്ച് കൂടിയിട്ടുണ്ട്. എനിക്ക് നല്ലോണം ആഗ്രഹമുണ്ട് ഒന്ന് കാണാൻ, അതല്ലേ ഞാൻ പറഞ്ഞത്. എന്നിട്ടും ചുമ്മാ കളിയാക്കുവാണ്. ചുമ്മാ നിന്നെ ഒന്ന് കളിപ്പിച്ചതല്ലേ. നീ എന്നെ തിരിച്ചു എന്തേലും പറയൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിപ്പോ നന്ദമാമയുടെ പുലിക്കുട്ടി പൂച്ചക്കുട്ടിയായോ? അതൊന്നും ആയില്ല. അല്ലെങ്കിൽ ഞാൻ പുലിക്കുട്ടിയൊന്നും അല്ല. പപ്പ ചുമ്മാ ആകെയുള്ള മോളെ നിങ്ങളുടെയൊക്കെ മുന്നിൽ കുറച്ച് പുകഴ്ത്തി പറഞ്ഞതല്ലേ. കുറച്ചെങ്കിലും കുരുത്തക്കേട് കാട്ടുന്നത് എന്തെങ്കിലും പറയുന്നത് ഇവിടെ ഇവരുടെ മുന്നിലൊക്കെ മാത്രമാണ്. മറ്റുള്ളവരുടെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ പോലും വലിയ ധൈര്യമൊന്നുമില്ല. നമ്മ ഇടയ്ക്കൊക്കെ പറയും എല്ലാരും കൂടി കൊഞ്ചിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയതെന്ന്. ഇതുവരെ ആരുടെ മുന്നിൽ ഒന്നിനു വേണ്ടി ധൈര്യം കാണിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അജു ഇല്ലാതെ ഇന്ന് വരെ ഒരിടത്തും ഞാൻ പോയിട്ടില്ല. പഠിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെയും പറയും നക്ഷത്രത്തോടൊന്ന് സംസാരിക്കണമെങ്കിൽ പോലും അജുവിന്റെ കൂടെ മാത്രമേ കഴിയൂന്ന്. എനിക്ക് എങ്ങനെ പറയുന്നത് ഒരു പ്രോബ്ലം ഇതുവരെ തോന്നിയിട്ടില്ല. നച്ചു, ഞാൻ ഇങ്ങനെ ഒരു തമാശ പറഞ്ഞതിന് ഒന്ന് സീരിയസ് ആക്കി നീ വിഷമിക്കാൻ നിൽക്കരുത്. എന്തേലും നിന്നെ വിഷമിപ്പിക്കണമെന്ന് കരുതി ഞാൻ പറയുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ നിന്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നും നീ എല്ലാത്തിനെയും കുറിച്ച് ആലോചിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സ്വന്തമായ അഭിപ്രായങ്ങളൊക്കെയുള്ള നല്ല ധൈര്യമുള്ള ഒരു പെൺകുട്ടിയാണ്. എന്നാൽ പലപ്പോഴും ഇതുപോലെയുള്ള നിസ്സാര കാര്യത്തിന് പോലും നീ വിഷമിക്കുന്നത് കാണുമ്പോൾ എന്റെ നിന്നെ കുറിച്ചുള്ള ധാരണ എല്ലാം തെറ്റാണെന്ന് നീ തന്നെ തെളിയിക്കും. എനിക്ക് ചിലപ്പോഴൊക്കെ ചെറിയ കാര്യത്തിന് പെട്ടെന്ന് സങ്കടം വരും. അതാ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ അവഗണിക്കുന്നുവെന്ന് തോന്നുമ്പോൾ, നമ്മുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ ഒക്കെ എല്ലാവർക്കും അങ്ങനെ തോന്നില്ലേ ദേവേട്ടാ? എന്റെ നച്ചുക്കുട്ടി, ഞാൻ പറഞ്ഞല്ലോ നിന്നെ ഒന്ന് കളിപ്പിച്ചതാണെന്ന്. നിന്നേക്കാൾ കൂടുതൽ എനിക്ക് ആഗ്രഹമുണ്ട് നിന്നെ കാണാനും ഒന്നിച്ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ. പക്ഷെ അതൊന്നും നമ്മൾ വിചാരിച്ച പെട്ടെന്ന് നടക്കില്ലല്ലോ. ഞാൻ നിന്നെ കാണാൻ അവിടെ വരിക എന്ന് പറയുന്നത് അത്ര ഈസിയല്ല. പിന്നെ കഷ്ടപ്പെട്ട് അങ്ങനെ വന്നാൽ തന്നെ എല്ലാവരും അറിയും. അപ്പോൾ അതിന് എന്ത് കാരണം പറയുന്നു? നമ്മൾ തമ്മിലുള്ള റിലേഷൻ എല്ലാവരോടും ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ അങ്ങോട്ട് വരട്ടെ ദേവേട്ടന്റെ അടുത്തേക്ക്? നീ എന്ത് പറയും അമ്മയോടൊക്കെ? ഇതിനു മുമ്പ് ഞാനും അജു ആരും അറിയാതെ അവിടെ വന്നിട്ടുണ്ടല്ലോ. നീ ഇപ്പൊ എന്താ പറഞ്ഞത്? നിങ്ങൾ ആദ്യമായിട്ടാണ് നാട്ടിൽ വന്നതെന്നല്ലേ മാമയൊക്കെ പറഞ്ഞത്? ഇനി ഞാൻ എന്ത് പറയും ദേവേട്ടനോട്? ഒരു നിമിഷം ആലോചിക്കാതെ പറഞ്ഞു പോയതിനെ കുറിച്ച് നച്ചു വല്ലാതെ ടെൻഷനായി. നച്ചു, നീ എന്താ ഒന്നും പറയാത്തത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ദേവേട്ട എന്താ ചോദിച്ചത്? ഇടയ്ക്ക് എന്തോ ഒരു പ്രോബ്ലം പോലെ ക്ലിയർ ആയില്ല പറഞ്ഞത്. നീ അല്ലേ പറഞ്ഞത് അജു നീ ഇന്ത്യയിൽ മുൻപ് വന്നിട്ടുണ്ടെന്ന്? അയ്യോ, ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്നല്ല പറഞ്ഞത്. ആരും അറിയാതെ ഇങ്ങനെ പോകാറുണ്ടെന്നാ ഞാൻ പറഞ്ഞില്ലേ. എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും, ക്ലിയർ ആയിട്ടല്ല കേൾക്കുന്നത്. അതാ ദേവേട്ടനും അങ്ങനെ കേട്ടത്. വേറെ ഒന്നിനെ കുറിച്ചും സംശയമില്ലാത്തത് കൊണ്ട് തന്നെ നച്ചു പറഞ്ഞ് ശിവ പെട്ടെന്ന് വിശ്വസിച്ചു. എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് കണ്ടേ പറ്റൂ ദേവേട്ടനെ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും അറിയുന്നത് വരെ അത് പോസിബിൾ അല്ല. എങ്കിൽ എല്ലാവരോടും പറയാം. നീ അല്ലേ പറഞ്ഞത് കുറച്ച് സമയം വേണം, നല്ലോണം പരസ്പരം മനസ്സിലാക്കിയിട്ട് മതി എന്നൊക്കെ. ഇപ്പൊ എനിക്ക് എന്നെക്കാൾ നന്നായിട്ട് ദേവേട്ടനെ അറിയാലോ. അത്രയ്ക്കൊക്കെ അറിയോ? എന്തേ ഡൗട്ട് ഉണ്ടോ? എനിക്കൊരു ഡൗട്ടും ഇല്ല എന്റെ നച്ചുവിന്. നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ടോ എന്നെ കാണാൻ? എന്തോ അങ്ങനെ നീ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ദേവേട്ടനെ ഇപ്പൊ കണ്ടാൽ ഞാൻ എന്താ ചെയ്യുകയെന്ന് എനിക്ക് തന്നെ അറിയില്ല, അത്രയും കാണാൻ തോന്നുന്നു. ശോ, ഈ സമയം ഞാൻ അവിടെ ഇല്ലാതായി പോയല്ലോ. ദേ, എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞൊക്കെ മറന്നു പോകരുത്. എന്ത് മറക്കാൻ? എന്നെ കണ്ടാൽ എന്തൊക്കെയോ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ അത്? ദേവേട്ട എന്താ ഉദ്ദേശിച്ചത്? അല്ല, നീ സ്നേഹം കൊണ്ട് എന്നെ കെട്ടിപ്പിടിക്കുകയോ കിസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമെന്നാണല്ലോ പറഞ്ഞത്. ദേവേട്ടൻ ചെറുതായിട്ട് ഫ്ലേർട്ട് ആവുന്നുണ്ട് എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. സംശയിക്കൊന്നും വേണ്ട, ആവുന്നുണ്ട്. അതെ, നീ എന്റെ സ്വന്താണെന്ന് എനിക്ക് ഉറപ്പായത് കൊണ്ടാ. ഇത്രയും നാൾ ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. പിന്നെ അന്ന് കിസ് ചെയ്തതിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറഞ്ഞതല്ലേ നിന്നോട്? അന്നും നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കാണുന്ന പെമ്പിള്ളേരുടെ എല്ലാം ഫ്ലർട്ട് ചെയ്ത് നടക്കുന്ന ഒരു പ്ലേ ബോയ് ഒന്നല്ല.
എന്റെ സ്വന്തമാണെന്ന് ഉറപ്പായതിനു ശേഷമാണ് നിന്നോട് ഞാൻ അടുത്തിടപെടാൻ പോലും തുടങ്ങിയത്. എന്തേ, ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിൽ നിനക്ക് സംശയമുണ്ടോ? ഞാൻ ഒന്നും പറഞ്ഞില്ല പോരെ. അങ്ങനെ പറയുന്നത് നച്ചുക്കുട്ടി, ഞാൻ പറഞ്ഞത് ഉറപ്പു പറ. എങ്കിലല്ലേ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ വരണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പറ്റും. അപ്പൊ ദേവേട്ടൻ എന്നെ കാണാനും സംസാരിക്കാനൊക്കെ തോന്നുന്നതെന്ന് പറഞ്ഞത് വെറുതെയാണോ? അതൊക്കെ സത്യം തന്നെയാണ്. എന്നാൽ ഇത്രയും ദൂരം ഞാൻ വന്ന നീ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരുമെന്ന് പറയാൻ എനിക്ക് വരാനൊരു മോട്ടിവേഷൻ ആവില്ല. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അപ്പൊ വരണ്ട എന്നാണോ? ദേവേട്ടാ, ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ. എനിക്ക് ദേഷ്യം വന്ന പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. ഈ നക്ഷത്രാനന്ദൻ എന്ന എന്റെ നച്ചുക്കുട്ടിക്ക് ദേഷ്യം വന്ന എന്ത് ചെയ്യാന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. വെച്ചിട്ട് പോയത്. പിന്നെ കുറെ തവണ വിളിച്ചിട്ട് നച്ചു ഫോൺ എടുത്തില്ല. നിനക്ക് ദേഷ്യം വന്ന എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഇനി നിന്റെ ഈ ദേഷ്യവും വാശിയൊക്കെ ഞാൻ എങ്ങനെ മാറ്റും എന്റെ മാമന്റെ മോളെ? അവിടെ പോയി അവളെ കാണുക എന്ന് വെച്ചാൽ എല്ലാവരോടും അവളെ തനിക്ക് ഇഷ്ടമാണെന്ന് പറയാതെ പറഞ്ഞതുപോലെയാണ്. അതുമല്ല, പെട്ടെന്ന് അങ്ങോട്ട് പോവുക എന്നുള്ളത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇനി അവൾ അജുവിനെയും കൂട്ടി ഇങ്ങോട്ടെങ്ങാനും വരുമോ? ഓ, ദേഷ്യമായതുകൊണ്ട് അതിന് ചാൻസ് ഇല്ല. 1-2 ദിവസങ്ങൾ കൂടി ശിവ വിളിച്ചെങ്കിലും നച്ചു ഫോൺ എടുത്തതേയില്ല. അതോടെ അവളുടെ ദേഷ്യം മാറിയിട്ടില്ല എന്ന് അവന് മനസ്സിലായി. അവളുടെ വിവരമൊന്നും അറിയാനിട്ട് അവസാനം അജുവിനെ വിളിക്കാനുള്ള തീരുമാനത്തിലെത്തി. ഹലോ അജു, എന്തൊക്കെയുണ്ട്? സുഖമായിട്ട് പോണു ശിവ. അവിടെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാം നന്നായിട്ട് പോണുണ്ട്. നീ എവിടെയാ അജു ഉള്ളത്? വീട്ടിൽ തന്നെ ഉണ്ട്. എന്തേ, നച്ചു കൂടെ ഉണ്ടോ? ഇല്ല, അവളെ വീട്ടിലാക്കിയിട്ടാ ഞാൻ വന്നത്. കുറച്ച് സമയം ആയതേ ഉള്ളൂ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട്. എന്തേ, അവളുടെ ഫോൺ കിട്ടുന്നില്ലേ? അത് പിന്നെ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി 2 ദിവസം മുമ്പ്. താൻ പറഞ്ഞത് കേട്ട് നച്ചു ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചതൊക്കെ പറഞ്ഞു അവൻ. അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരോട് മാത്രമേ ഇങ്ങനെയൊക്കെ അവൾ പെരുമാറാറുള്ളൂ. ഇപ്പൊ തന്നെ ശിവയെ കാണാൻ അത്ര ആഗ്രഹം ഉണ്ടാകും. അല്ലാതെ ആവശ്യമില്ലാത്ത ഭാഷയൊന്നും അവൾ പൊതുവെ കാണിക്കാറില്ല. ഞങ്ങൾ എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചു എന്താഗ്രഹിച്ചാലും നടത്തിക്കൊടുത്തും തന്നെ അവളെ വളർത്തും. പക്ഷെ എന്നിട്ട് പോലും അവൾ ഒരിക്കലും അനാവശ്യമായ വാശികളോ ആഗ്രഹങ്ങളോ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവൾ കാരണം ആരും വിഷമിക്കുന്നതോ സങ്കടപ്പെടുന്നത് അവൾക്ക് ഇഷ്ടമല്ല. എനിക്കറിയാം അജു, അച്ഛന്റെ സ്വഭാവമൊക്കെ. അവളുടെ ക്യാരക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചുമ്മാ അവളൊന്ന് കളിപ്പിക്കണമെന്ന് വിചാരിച്ചുള്ളൂ. അവൾക്കത് ഒരുപാട് വിഷമമായി എന്ന് എനിക്കിപ്പോ തോന്നുന്നു. എനിക്കിപ്പോ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. പെട്ടെന്ന് അവിടേക്ക് വരിക എന്ന് പറയുന്നത് പോസിബിൾ അല്ലെന്ന് തനിക്ക് അറിയാലോ. എനിക്ക് ഇവിടെ നിന്നും പെട്ടെന്ന് അങ്ങനെ എല്ലാം ഇട്ടിട്ട് വരാൻ പറ്റില്ല. ബിസിനസ് ആവശ്യം വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാതെ വരാമായിരുന്നു. ഞാനിപ്പോ അവിടേക്ക് വന്നാൽ തന്നെ എല്ലാവരും അറിയും. അച്ഛൻ എന്നെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് എല്ലാവരോടും ഇപ്പൊ ഞങ്ങളുടെ റിലേഷനെ കുറിച്ച് പറയാൻ അവൾ പറഞ്ഞത്. എന്നായാലും എല്ലാവരും അറിയേണ്ടതല്ലേ. അത് കുറച്ച് നേരത്തെ ആയാലും വലിയ പ്രോബ്ലം ഒന്നുമില്ല. ശിവ ഓഫീസിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ശരിയാക്കും. അർജന്റ് വർക്കൊക്കെ ഉണ്ടെങ്കിൽ തീർക്കാൻ നോക്കും. ഇവിടേക്ക് വരാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം. അച്ഛനോട് തൽക്കാലം ഒന്നും പറയണ്ട. അവൾക്കൊരു സർപ്രൈസ് ആവട്ടെ തന്റെ വരവ്. അജുവിന് ഉറപ്പാണോ ഇപ്പോഴേ ഞങ്ങളുടെ കാര്യം എല്ലാവരോടും പറയുന്നത് നക്ഷത്രയ്ക്ക് ഓക്കെ ആണെന്ന്? അവൾക്കിപ്പോ തന്നോട് ഒരുപാട് ഇഷ്ടമാണ് ശിവ. അവൾ പറയുന്നത് പോലെ ജീവിതകാലം മൊത്തം കൂടെ വേണമെന്ന് തോന്നുന്നവരാ. സോ അവൾക്ക് തോന്നുന്നുണ്ടാവും എല്ലാവരോടും പറയാൻ. അവൾ ഞങ്ങൾ ആരോടും ഒന്നും പൊതുവെ മറച്ചു വെക്കാറില്ല. നിങ്ങളുടെ കാര്യം ആദ്യമേ പപ്പയോടൊക്കെ പറയാതിരുന്നത് പരസ്പരം മനസ്സിലാക്കാനൊക്കെ കുറച്ച് സമയം വേണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ്. എനിക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ താനൊന്ന് അയച്ചേക്ക്. വേറെ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ശിവയെ വിളിച്ചോളാം. അപ്പൊ ഇതായിരുന്നു ഇവളുടെ 2 ദിവസമായുള്ള മൂഡ് ഓഫിന് കാരണം. അജുവിന്റെ നച്ചുവിന്റെ 2 ദിവസമുള്ള മൂഡ് ഓഫ് എന്തിനായിരുന്നു എന്ന് ശിവ വിളിച്ചപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ട് ഞാൻ എന്തൊക്കെ ചോദിച്ചാലും പറഞ്ഞില്ലല്ലോ. ശിവയെ ഞാൻ വിളിച്ചാലോ എന്ന് കരുതിയായിരിക്കും. ഇന്ന് തന്നെ ശിവയ്ക്ക് ഇവിടേക്ക് വരാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ റെഡിയാക്കണം. നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. സോ ശിവ വരുന്ന മോളോട് ഞാൻ പറയില്ല. രാവിലെ നച്ചുവിനെ ഹോസ്പിറ്റലിൽ പോകാൻ വിളിക്കാമെന്ന് അജു കാണുന്ന റെഡി ആവാതെ നിൽക്കുന്ന അവളെയാണ്. ഡേ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. നീ ഇനി എപ്പോ റെഡിയായിട്ട് പോകാനാണ്? ഞാൻ ഇന്ന് വരുന്നില്ല അജു. എനിക്കെന്തോ ക്ഷീണം പോയി. അതിന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് തന്നെ അല്ലേ പോകുന്നത്. സോ അവിടെ ചെന്ന് ഡോക്ടറെ കാണിക്കാം. അത്രയ്ക്കൊന്നുമില്ല. ഇന്നൊരു ദിവസം റെസ്റ്റ് എടുത്താൽ ഞാൻ ഓക്കെയോ? ഇപ്പൊ 2 ദിവസമായി. എന്താണ് പറ്റിയത്? നീ എത്ര വട്ടം ചോദിച്ചു? എനിക്കെന്ത് പറ്റും? ഡേ, നീ എന്നോട് ഇപ്പൊ എന്തൊക്കെയോ മറച്ചു വെക്കാനൊക്കെ തുടങ്ങി അല്ലേ? നീ വെറുതെ ഉത്തരവൊക്കെ പറയാതെ. എന്നോട് ഞാൻ പറയുന്നതായിട്ട് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? നിനക്ക് കേട്ടാൽ ചിലപ്പോ ഇതൊരു ചെറിയ കാര്യമായിട്ട് തോന്നും. പക്ഷെ എനിക്കെന്തോ ശരിക്കും സങ്കടം വന്നിട്ടാണ്. ശിവയും താനും സംസാരിച്ചതും ദേഷ്യം വന്ന് ഫോൺ കട്ട് ചെയ്തതും ഒക്കെ അവൾ പറഞ്ഞു. ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. എനിക്കറിയാം ദേവിയുടെ എന്നെ കളിപ്പിക്കാനായിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. എനിക്കെന്തോ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചത് കൊണ്ടാവും ഇങ്ങനെയൊക്കെ സങ്കടവും ദേഷ്യവും വന്നത്. ഡി, എനിക്ക് നിന്നെ മനസ്സിലാവാഞ്ഞിട്ടല്ല. പക്ഷെ ശിവയുടെ അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കണ്ടേ? പെട്ടെന്ന് നിനക്ക് കാണണമെന്നൊക്കെ പറഞ്ഞ് അവൻ എങ്ങനെ വരാനാണ്? ഇന്ത്യയിലുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഇവിടേക്ക് വരിക എന്നത് പോസിബിൾ അല്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. ഞാൻ പറഞ്ഞില്ലേ അജു, എനിക്ക് എല്ലാം അറിയും. ഞാൻ ഫോൺ എടുക്കാത്ത ദേവേട്ടനും വിഷമമായി കാണും. ഇന്ന് കൂടി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചോ.
പിന്നെ അജു, ഞാൻ ദേവേട്ടനോട് അറിയാതെ നമ്മൾ അവിടെ പോയ കാര്യം പറഞ്ഞിട്ട് എന്നിട്ട് ശിവ എന്താ പറഞ്ഞത്? ഇപ്പൊ തൽക്കാലം നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ദേവേട്ടൻ കേട്ടത് ക്ലിയർ ആവാത്തതാണെന്ന് പറഞ്ഞോളെ. എന്തോ സംശയമൊന്നും ഇല്ലാത്തത് കൊണ്ടാ വിശ്വസിച്ചു. എപ്പോഴും ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നില്ല. നമുക്കെല്ലാം തുറന്നു പറഞ്ഞാലും ഇപ്പൊ തന്നെ ഇടയ്ക്കൊക്കെ ദേവേട്ടനോട് സംസാരിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ എന്തെങ്കിലും കാര്യം അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. നിനക്ക് ശിവയെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാലും ഓക്കെ ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ഇന്ന് ഞാൻ ലീവാക്കി. നീ റെഡിയായതല്ലേ, പോയിട്ട് വാ. ഇനിയിപ്പൊ ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയി പണിയെടുക്കുമ്പോ നീ ഇവിടെ റെസ്റ്റ് എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല മോളെ. നീ ലീവാണെങ്കിൽ ഞാൻ ലീവാണ്. പെട്ടെന്ന് റെഡിയായി വാ, നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം. ഈ മൂഡ് ഓഫ് ഒക്കെ മാറാൻ അതേ ഉള്ളൂ ഒരു മാർഗം. അജുന്റെ നിർബന്ധം കാരണം നച്ചുൻ അവന്റെ കൂടെ പുറത്തേക്ക് പോകേണ്ടി വന്നു. രണ്ടാളും അന്നേ ദിവസം മുഴുവൻ മാളിൽ പോയി കുറച്ച് ഷോപ്പിങ്ങും ബീച്ചിൽ വെറുതെ പോയി ഇരുന്ന് സമയം കളഞ്ഞു. രാത്രി വീട്ടിലെത്തുമ്പോ നച്ചു എല്ലാം മറന്ന് ഓക്കെയായിരുന്നു. വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയ ഉടനെ ശിവയെ വിളിച്ചു. ദേവേട്ടാ, സോറി, എനിക്ക് പെട്ടെന്ന് ദേഷ്യവും സങ്കടമൊക്കെ വന്നിട്ട് ഞാനൊന്ന് ഫോൺ കട്ട് ചെയ്തത്, പിന്നെ കോൾ എടുക്കാതിരുന്നു. എന്നോട് ദേഷ്യമുണ്ടോ? ഞാൻ കാരണം ഒരുപാട് വിഷമമായി എന്നൊക്കെ എനിക്കറിയാം. എന്റെ നച്ചു, നീ എനിക്കൊരു ഹലോ പറയാനുള്ള ഗ്യാപ്പെങ്കിലും തരുന്നു. എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, പിന്നെ വിഷമമുണ്ട്. അത് നീ ഫോൺ കട്ട് ചെയ്തതിനോ എന്റെ കോൾ എടുക്കാത്തതിനോ അല്ല. എന്റെ പെണ്ണ് ആദ്യമായിട്ട് ഒരു ആഗ്രഹം പറഞ്ഞിട്ട് അതുപോലെ സാധിച്ചു തരാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇതൊന്നും ഓർത്ത് നച്ചുക്കുട്ടി വിഷമിക്കാതെ. എനിക്കറിയാം ഈ 2 ദിവസങ്ങൾ നീ ഒരുപാട് വിഷമിച്ചു കാണുമെന്ന്. നമുക്കതൊക്കെ മറന്നു കളഞ്ഞില്ല. എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ കാണാൻ ഇപ്പൊ തന്നെ വന്നേനെ. അതൊന്നും വേണ്ട ദേവേട്ട, ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതിന്. കഴിയുമെങ്കിൽ എന്നെ കാണാൻ ദേവേട്ട എന്തായാലും വരുമെന്ന് എനിക്കറിയാം. ചോ, ഞാൻ വന്നിരുന്നെങ്കിൽ എന്റെ പെണ്ണിനെ ഒരുപാട് സ്നേഹിച്ചേനെ, അല്ലെ? പിന്നില്ലാതെ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ചേനെ, കിസ് ചെയ്തേനെ. ബാക്കി കൂടി പറഞ്ഞു വെച്ചു. അയ്യടാ, ബാക്കിയൊന്നുമില്ല. ഇതൊരുമാതിരി ഇലയിട്ടിട്ട് ചോറില്ലെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഞാൻ നല്ലൊരു മൂടി വന്നതാ, നീ എല്ലാം കളഞ്ഞു. ഇങ്ങനെ പോയാൽ അധികം വൈകാതെ ഞാൻ അങ്ങോട്ട് വരേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് നച്ചു. നാട്ടിൽ വന്നപ്പോ കണ്ട ശിവൻ ഇപ്പൊ എന്നോട് സംസാരിക്കുന്ന ദേവേട്ടൻ ഒരാളാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്നൊന്നും ഈ നക്ഷത്രാനന്ദൻ എന്റെ സ്വന്തമായിരുന്നില്ലല്ലോ. ഇപ്പൊ നീ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തന്നെ അറിയില്ലെന്ന് വെച്ചാൽ ഞാൻ എന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുമെന്ന്. തന്റേതാണെന്ന് ഉറപ്പുള്ള, നമ്മെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു പെണ്ണ് മുന്നിലുണ്ടെങ്കിൽ ഏതൊരാണെങ്കിലും തന്റെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മോളെ. എന്ന് കരുതി ഞാൻ നിന്റെ ലിമിറ്റ് വിട്ട് ഒരിക്കലും നിന്നോട് പെരുമാറില്ല. ഞാനൊരു ടിപ്പിക്കൽ മലയാളിയാണെന്ന് പറഞ്ഞ് നീ ചിലപ്പോൾ കളിയാക്കും. എന്നാലും സാരയില്ല. നിന്നെ ഞാൻ എല്ലാ അർത്ഥത്തിലും സ്വന്താക്കുമ്പോൾ എന്റെ പേരെഴുതിയ താലി നിന്റെ കഴുത്തിലും ഞാൻ ചാർത്തിയ സിന്ദൂരത്തിന്റെ ചുവപ്പ് നിന്റെ നെറുകയിലും ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമാണ്. ദയവായിട്ട് എന്തൊക്കെയാണ് ആലോചിക്കുന്നതെന്ന്? ഇതൊക്കെ നടക്കാൻ ഇനിയും കുറെ നാൾ വേണ്ടി വരില്ലേ? എനിക്കിനിയും ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യാനൊന്നും കഴിയുമെന്ന് തോന്നില്ല മോളെ. എപ്പോഴും നീ എന്റെ അടുത്തുണ്ടാവണമെങ്കിൽ മാരേജ് അല്ലാതെ വേറെ ഒരു വഴിയില്ലല്ലോ. നിനക്ക് മാരേജിന് ഇനിയും ഒരുപാട് സമയം വേണമെന്ന് വെച്ചു. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നത്തിന് ആർക്കും വിഷമമാകാത്ത ഒരു സൊല്യൂഷൻ എപ്പോൾ കണ്ടെത്തിയാലും ഞാൻ മാരേജിന് റെഡിയാണ്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. ബട്ട് എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നോക്കാം. ആദ്യം നമ്മുടെ റിലേഷൻഷിപ്പ് എല്ലാവർക്കും സമ്മതമാണോന്ന് അറിയണ്ടേ? എല്ലാവർക്കും സന്തോഷം മാത്രമേ ഉണ്ടാകൂ ദേവേട്ട. കുറച്ചു ദിവസം സംസാരിക്കാതിരുന്നത് കൊണ്ട് തന്നെ രണ്ടാൾക്ക് എത്ര പറഞ്ഞിട്ട് തീരാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ സമയം കുറെ ആയതുകൊണ്ട് തന്നെ മടിയോടെ ഫോൺ വെച്ചു. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വിഷമങ്ങളും അപ്പോഴേക്കും മാറിയിരുന്നു രണ്ടുപേർക്ക്. പിറ്റേന്ന് മുതൽ നച്ച പഴയതുപോലെ ഉഷാറായി. ഹോസ്പിറ്റലിൽ പോക്കും അജുവിന്റെ കൂടെ കറക്കും പപ്പയുടെയും മമ്മയുടെയും കൂടെയുള്ള സംസാരം ഒക്കെയായി അവളുടെ ദിവസങ്ങൾ കടന്നുപോയി. നച്ച പഴയതുപോലെ ആയത് അജു തന്നെ ശിവയോട് വിളിച്ചു പറഞ്ഞു. തങ്ങൾ രണ്ടാളുടെയും പ്ലാനിങ് ഒന്നും ആരും അറിയാതെ ഇരിക്കാൻ രണ്ടാളും നന്നായി ശ്രദ്ധിച്ചു. ശിവ അവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും അറിയുമെന്നുള്ളത് അവർക്ക് ഉറപ്പായിരുന്നു. ഒരു ഫ്രണ്ടിനെ കണ്ട് ബിസിനസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് തന്റെ വരവെന്ന് എല്ലാവരോടും പറയാനുള്ള ശിവയുടെ ഐഡിയ അജുവിന് നല്ലതായിട്ട് തോന്നി. ഇവിടെ വരെ വന്നത് കൊണ്ട് തന്നെ മാമനെയും ഫാമിലിയും കണ്ടേക്കാം എന്ന് കരുതിയത് ആർക്കും ഒന്നും തോന്നില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. നച്ചുവും അവളുടെ ദേവേട്ടനും അജുവും അവന്റെ അപ്പുമായി ഇത്രയും നാളുകൾ കൊണ്ട് തന്നെ ഒരുപാട് അടുത്തിരുന്നു. ഇനിയും ഇങ്ങനെ പരസ്പരം കാണാതെ ഫോണിലൂടെ സംസാരം മാത്രമായി വയ്യ എന്ന് എല്ലാവർക്കും തോന്നി തുടങ്ങി. ശിവയുടെയും നച്ചുവിന്റെയും കാര്യം എല്ലാവരോടും പറയാൻ അവൾക്ക് സമ്മതമായതിന് വേഗം തന്നെ എല്ലാവരോടും പറയാം എന്നുള്ള തീരുമാനത്തിലായിരുന്നു ശിവ. ശിവയ്ക്ക് തങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും അജു പെട്ടെന്ന് തന്നെ റെഡിയാക്കി. എങ്കിലും അവന് തുടങ്ങി വെച്ച ചില പ്രോജക്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആവാതെ വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെയും കുറച്ച് നാളുകൾ കൂടി വേണ്ടി വന്നു സർപ്രൈസ് ആയി വന്ന് നച്ചുവിനെ സന്തോഷിപ്പിക്കാനുള്ള അവരുടെ പ്ലാൻ നടക്കാൻ.